തലസ്ഥാന ജില്ല വിട്ട വി.എസ്. അച്യുതാനന്ദൻ മടങ്ങുകയാണ് പുന്നപ്രയിലേക്ക്. പാർട്ടിക്കകത്തെ വലിയ സ്വാധീന ശക്തിയായി വി.എസ്. ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. എത്രയോ വർഷമായി, ഇപ്പോൾ 14 വർഷത്തിനപ്പുറത്തേക്ക് വി.എസ്. സജീവ രാഷ്ട്രീയത്തിലില്ല. ചില സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ മാറ്റി നിർത്തിയാൽ അതുപോലും ഉണ്ടാവാത്ത എത്രയോ നീണ്ട കാലഘട്ടമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലാകുന്നത്. അപ്പോഴും ഒരു സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഇത്രയേറെ അകന്ന് നിന്ന ഒരാൾക്ക് ഇങ്ങനെ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിട ചൊല്ലുന്നു എന്നുള്ളൊരു കാഴ്ച വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് നേതാക്കന്മാർ മാറുമ്പോൾ പരിപൂർണമായിട്ട് മറവിയിലേക്ക് കടന്നു പോകുന്ന ആ ഒരു രീതിയിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായി ജനങ്ങളുടെ ഉള്ളിൽ വി.എസ്. ജീവിച്ചിരുന്നെങ്കിൽ ഈ ഒക്ടോബർ 102 വയസ്സാകുന്ന രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം നയിച്ച സമര പരമ്പരകൾ, അദ്ദേഹം തുടക്കമിട്ട പോരാട്ടങ്ങൾ, ഇത് കണ്ട തലമുറ ഇന്ന് ഇല്ല ഈ കേരളത്തിൽ. അതിനുശേഷമുള്ള തലമുറകളാണ് അദ്ദേഹത്തെ കൂടുതൽ നെഞ്ചിലേറ്റിയത്. എന്നിട്ട് പോലും ഇത്രയേറെ ഒരു വിടവുണ്ടായിട്ട് പോലും, സജീവ രാഷ്ട്രീയത്തിൽ വിടവുണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് വിട ചൊല്ലാനായി ഈ ജനക്കൂട്ടം തിങ്ങി നിറയുമ്പോൾ ഇങ്ങനെയേറെ ജനപ്രിയനായിട്ടുള്ളൊരു നേതാവ് വേറെ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാവുകയാണ്. കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തിരികെ വരികയുണ്ടായില്ല. അങ്ങനെ ഇടവേളയിലേക്ക് പോകുന്നവർ, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചുകൊണ്ട് മടങ്ങുന്നവരുടെ വിടവാങ്ങൽ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള അണികൾ പോലും ഈ രീതിയിൽ വൈകാരികമായിട്ട് പെരുമാറുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. പക്ഷേ വി.എസ്. സജീവമായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അണികൾ അതിനൊപ്പം ഒഴുകുന്നു. പുന്നപ്രയിലേക്ക് എപ്പോഴാണ് എത്തുക എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഒഴുകുകയാണ് അദ്ദേഹത്തിനൊപ്പം ജനങ്ങൾ. ആ ജനപ്രിയൻ മറ്റൊരു ജനപ്രിയനില്ല ഇതിനെ മറികടക്കുന്നത് എന്നുള്ളതിന് തെളിവ് തന്നെ ഈ ജനങ്ങളാണ്. ഈ തലസ്ഥാന നഗരി തൊട്ടേയുള്ള ഈ ജനങ്ങളാണ്, അല്ലേ കിരൺ? അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ഒരു മുതിർന്ന പൗരനെ കൂടി കാണാം. ഇപ്പോൾ ഈ പ്രായത്തിന്റെ ഇതെല്ലാം മറന്ന് വി.എസിന്റെ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ വി.എസിനെ ഓർത്ത് നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഉയർന്ന ഒരു നേതാവ്. പിന്നെ കുഞ്ഞുനാളിലെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട് ഈ ഉയർന്ന നിലയിലെത്തി. അത്രയും നല്ല എൻ്റെ കുടുംബവും എൻ്റെ അച്ഛനും ആദ്യത്തെ പഞ്ചായത്തും പ്രസിഡൻ്റായിരുന്നു കേട്ടോ. ചിറയൻകീഴ് താലൂക്കിൽ ഏറ്റവും അറിയപ്പെട്ട, എന്നും അറിയപ്പെട്ട, ഇപ്പോഴച്ഛൻ ഇല്ലെങ്കിലും ഇപ്പോഴും ഇന്നാര തിരുമേനിയുടെ മകളല്ലേ എന്നാൽ ഞങ്ങളെല്ലാം അറിയപ്പെടുന്ന ചിറയൻകീഴ് താലൂക്കിൽ എല്ലാവർക്കും അറിയപ്പെട്ടതായിരുന്നു എൻ്റെ അച്ഛൻ. പണ്ട് മുതലേ അച്ഛൻ കമ്മ്യൂണിസ്റ്റിൽ നല്ല പ്രധാനം വീട്ടിലായിരുന്നു, അതിൻ്റെ കമ്മിറ്റി കൂടക്കും എല്ലാം. അപ്പം അത് വച്ച് നോക്കുമ്പം വി.എസിൻ്റെത് ഒന്നും നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ്. എനിക്കത് ഓർക്കുമ്പം അത്രയും നല്ല ഒരു ആളാണ് വി.എസ്. ഇത്രയും ഉയർന്ന നിലയിലെത്തിയിട്ടും അദ്ദേഹത്തിന് അമ്മയ്ക്കും അച്ഛനും കാണാനും പറ്റിയിട്ടില്ല. അതെല്ലാം എനിക്കത് വലിയ മാനസികമായിട്ടൊരു വിഷമമുണ്ട് കേട്ടോ. വി.എസ്. ഏറ്റവും നല്ല ഒരു മന്ത്രി തന്നെയായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. ആരെല്ലാം ഉണ്ടെങ്കിലും വി.എസ്. അത്രയും നല്ല ഒരു ആളാണ്. അതെനിക്ക് ഞാൻ അത്രയും പറയുമ്പം എനിക്ക് ശ്വാസം വിട്ടു കേട്ടോ. ഇങ്ങനെയാണ് ആളുകൾ എല്ലാവരും ഓർത്തിരിക്കുന്നത്. അദ്ദേഹത്തെ അത്രമേൽ വൈകാര്യമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആളുകൾ ഈ പ്രായത്തിലും. എൻ്റെ കുടുംബവും അച്ഛൻ മരിക്കുന്നത് മരിച്ചിട്ടും ഇപ്പൊ ഇന്നാര മക്കളാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. തിരുമേനിയുടെ മക്കൾ അച്ഛൻ അറിയപ്പെട്ടിരുന്നതും അങ്ങനെ ഒരു ഇതാണ്. അച്ഛൻ അത്രയും നല്ല ഒരു ചിറയൻകീഴ് താലൂക്കിൽ അത്രയും നല്ല ഒരു മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛന്. ഈ മട്ടിലാണ് ആളുകളൊക്കെ ഓർത്തിരിക്കുന്നത്. ഈ പ്രായത്തിലും പ്രായത്തിന്റെ എല്ലാ അവശതകളും മറികടന്നുകൊണ്ടാണ് വി.എസിനെ അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ എത്തി നിൽക്കുന്നത്. ഇതുപോലെയുള്ള എത്രയോ ആളുകൾ. എൻ്റെ മക്കൾ കൊണ്ടുവന്ന അമ്മയ്ക്ക് കാണണ്ടേ. എൻ്റെ ഇന്നലെ പറഞ്ഞു, അമ്മ ഇന്ന് രാവിലെ നമുക്ക് 7 മണിക്ക് അവിടെ പോവാം, അമ്മയെ ഞാൻ കൊണ്ട് കാണിക്കാം. അമ്മ വിഷമം. അപ്പോൾ രാവിലെ മഴ ആയതുകൊണ്ടാണ് പോവാതിരുന്നത്. ഇപ്പോൾ വി.എസിനെ കാത്ത് അങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും വി.എസിന്റെ വണ്ടി അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല.
ഇപ്പോൾ തന്നെ ആളുകൾ വലിയ തോതിൽ ഇവിടെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി. തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയും 2:20 വരെയും അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. അതിന് എത്താൻ കഴിയാത്ത ആളുകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കഷ്ടിച്ച് 3 കിലോമീറ്റർ പോലും എത്തിയിട്ടില്ല. ഇതുവരെയും അദ്ദേഹത്തിന്റെ വാഹനം അവിടെ നിന്ന് വിട്ടിട്ട് ഏകദേശം ഇപ്പോൾ 1 മണിക്കൂറാവുന്നു. കാണിക്കാം, ഒരു മണിക്കൂറാവുന്നു എന്ന് 1 മണിക്കൂറോളം ആവുന്നു. അപ്പോഴും ഈ കിലോമീറ്ററുകൾ താണ്ടുന്നില്ല. ഇനി എപ്പോഴാണ് അദ്ദേഹത്തിന്റെ വാഹനം അവിടെ എത്തുക എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അത്രമേൽ ആളുകളാണ്. ഈ നഗരപ്രദേശമായിട്ട് പോലും അവിടെ ആളുകൾ അത്രമേൽ കൂടി നിൽക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടെ എത്തിയിട്ടില്ല. അതിന് മുന്നോടിയായിട്ടുള്ള മറ്റ് ചാനലുകളുടെയും ഒക്കെ വാഹനങ്ങൾ എത്തിച്ചേരുന്നത് മാത്രമേ ഉള്ളൂ. അതിന് അങ്ങനെ നിൽക്കുകയാണ്. മുദ്രാവാക്യം വിളികളുമായി റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്ന് ആളുകൾ ഇപ്പോൾ ആ റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും കിരൺ പറയുന്ന പോലെ അത്രയേറെ വൈകാരികമായിട്ട് VS എന്ന് പറയുന്ന 2 വാക്കിനെ കാണുന്ന ജനങ്ങളുണ്ട്. എത്രയോ പ്രായമായ ഒരു സ്ത്രീ കൂടിയാണ് നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പോലും നടത്താതെ VS ഒരു നല്ല കമ്മ്യൂണിസ്റ്റാണ്, അദ്ദേഹം ഒരു നല്ല മന്ത്രിയായിരുന്നു എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ നമ്മളാ പ്രായമുള്ള അമ്മൂമ്മയിൽ നിന്ന് ചെറിയ കുട്ടികൾ പോലും പുതിയ തലമുറയ്ക്ക് എങ്ങനെയാണ് VS അറിയുക? എത്രയോ കാലമായിട്ട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ പോലുമില്ല. പക്ഷേ VS ഉയർത്തിവിട്ട പോരാട്ട വീര്യത്തിൻ്റെ അലയലുകളൊന്നും തീർന്നിട്ടില്ല. ഒരുപക്ഷെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത് ഒരു ഐതിഹാസികമായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെട്ടേക്കാം. അങ്ങനെയുള്ള ഒരാളായി പോലും എഴുതപ്പെട്ടേക്കാം. അതിൽ പോലും അതിശയിക്കേണ്ട കാര്യമില്ല. കിരൺ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെയുള്ള ഇങ്ങനെ വളരെ വൈകാരികമായിട്ടൊക്കെ അദ്ദേഹത്തെ അവസാനമായിട്ട് കാണാൻ വരുന്ന എത്രയോ പേരുണ്ട്. അതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കാതെ ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ അണികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ വരുന്ന സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ മറ്റുള്ളവരുമൊക്കെ അതിനകത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നാട് തന്നെ വിട ചൊല്ലുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും തലസ്ഥാന നഗരി എപ്പോഴാണ് കടക്കുക എന്നുള്ളത് കൂടിയാണ് വലിയ ചോദ്യം, അല്ലേ? അതുതന്നെയാണ് VS സുപ്രധാനമായ തീരുമാനങ്ങളെടുത്ത, സമരപ്രഖ്യാപനങ്ങൾ നടത്തിയ, പോരാട്ടങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരത്തിനോട് വിട ചൊല്ലാനൊരുക്കുകയാണ്. പക്ഷേ നഗരം ഇപ്പോഴും VS എന്ന് പറയുന്ന നഗരത്തിന്റെ പ്രിയങ്കരനായ നേതാവിനെ, അല്ലെങ്കിൽ ഈ നാടിന്റെ പ്രിയങ്കരനായ നേതാവിനോട് വിട ചൊല്ലുവാൻ തയ്യാറാവാതെ ആയിരക്കണക്കിന് ആളുകൾ റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുകയാണ്. ചെറുപ്പക്കാരുടെയും പ്രായമായവരുടെയും ഒക്കെ അടക്കം വലിയ ഒരു നിരയാണ് VS കാത്തു നിൽക്കുന്നത്. എല്ലാവരും ആ VS അന്തിമ